ഹീലിംഗ് ഫ്രം വിത്തിൻ, മനസ്സും മാനസികാരോഗ്യവും. ചർച്ച. പങ്കെടുക്കുന്നവർ ട്രീസ മരിയ, മാർവാനീസ് കോളേജിൽ 2ാം വർഷ സുവോളജി ബിരുദ വിദ്യാർത്ഥിനി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആകാശ് മോഹൻ, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അരുൺ മോഹൻ. യാതൊരു പ്രായഭേദവുമില്ലാതെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ചർച്ച ചെയ്യേണ്ട ഒന്നാണ് മാനസിക ആരോഗ്യമെന്നത്. കേവലം യുവാക്കൾക്കിടയിൽ മാത്രമല്ല, മറിച്ച് വൃദ്ധരിലും കുഞ്ഞുങ്ങളിലും ഒക്കെ തന്നെ മാനസിക ആരോഗ്യം ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മാനസിക ആരോഗ്യത്തെ പറ്റിയാണ്. ഞാൻ ട്രീസ മരിയ, മാർവാനീസ് കോളേജിൽ 2ാം വർഷ സുവോളജി ബിരുദ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ആകാശ് മോഹൻ. ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അരുൺ മോഹനസ്, സൈക്യാട്രിസ്റ്റാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇന്ന് വളരെ നിസ്സാരമായി കേൾക്കുന്ന വാക്കുകളാണ് ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, ട്രോമ തുടങ്ങിയവ. ചെറിയ കാര്യങ്ങളിലേക്ക് പോലും നാം ഈ പദങ്ങളെ വലിച്ചിഴയ്ക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം നേരിടുന്ന വ്യക്തി അത് തിരിച്ചറിയാതെ പോവുകയും മറ്റുമല്ലേ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ യഥാർത്ഥമായി സംഭവിക്കുന്നത്? ഈ ഒരു ചോദ്യം വളരെ റെലവൻ്റ് ആണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് എല്ലാവരും തന്നെ കൂടി വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഇപ്പം നമ്മളുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പലപ്പോഴും ക്ലയൻറ്റ്സ് വരുമ്പം അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നേക്കാളും കൂടുതലായിട്ട് ടേംസ് ആയിരിക്കും പറയുന്നത്. എനിക്ക് ഡിപ്രഷനുണ്ട്, എനിക്ക് OCD ഉണ്ട്, എനിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായി. ഒന്ന്, ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയുള്ള അവയർനെസ് കൂടി വരുന്നുണ്ട്. 2, ഒരു പക്ഷേ ഒരു പ്രൊഫഷണൽ ഡയഗ്നോസിസ് ചെയ്യേണ്ടതിന് പകരം നമ്മൾ സെൽഫായിട്ട് ഈ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ടേംസ് കൃത്യമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലായിരിക്കില്ല ഇവർ പങ്കുവെക്കുന്നത്. റീൽസിലൂടെയും അല്ലെങ്കിൽ മറ്റ് വീഡിയോസിലൂടെയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പൊതുവെ ചെയ്യുന്നത്, അവർ വന്ന് എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാനുള്ളതിൻ്റെ റീസൺ എന്ന് എന്നോട് പറയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലരൊക്കെ പറയുന്നത് കറക്റ്റ് ആവാം, ചിലരൊക്കെ പറയുന്നതിൽ ചെറിയ ചെറിയ പൊരുത്തക്കേടുകളുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഡിസ്കറേജ് ചെയ്യാറില്ല. കാരണം നമ്മൾ ക്ലയൻസിൻ്റെ ആ ഒരു കംഫർട്ടും കൂടെ നോക്കിയിട്ട് നമ്മൾ അവിടെയും അവരുടെ ആ ഒരു എഫേർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് എന്നാൽ ഇതിലിങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് വളരെ ന്യൂട്രലായിട്ട് അവരോട് പങ്കുവയ്ക്കുന്നതായിരിക്കും ചെയ്യുന്നത്. സോ ഒരു ഗുഡ് സൈഡും ഉണ്ട്, ബാഡ് സൈഡും ഉണ്ട്. ശാരീരികമായി ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഏത് ഡോക്ടറെ കാണണമെന്ന് കുട്ടികൾക്കടക്കം അറിയാം. എന്നാൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ എനിക്ക് സമയമായി, ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയാൻ ഒരു വ്യക്തി അവനവൻ്റെ സാഹചര്യത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയേണ്ട ഒരു നിമിഷം ഏതാണ്? അതിപ്പം ഒറ്റവാക്കിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷേ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ പ്രൊഫഷണലായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ആണ് കാണേണ്ടതെന്ന് അറിയാം. പക്ഷേ പലപ്പോഴും അവർക്ക് തടസ്സം നിൽക്കുന്നത് ഈ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. കാരണം അത് കാരണം വീട്ടുകാർ പറയും, അയ്യോ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കടൽ തീരത്ത് പോയിട്ട് വരും, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് വരും, ചായ കുടിച്ചിട്ട് വരും എന്നുള്ള നിലയ്ക്കുള്ള ഉപദേശങ്ങളാണ് പലപ്പോഴും കൊടുക്കാറ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും പലപ്പോഴും ഇവരെ പിന്നോട്ട് വലിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പല മാനസികാരോഗ്യ പ്രശ്നമുള്ളവർക്കും ചിലപ്പോൾ അതൊരു മാനസിക പ്രശ്നമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാവരും കരുതും മനസ്സിന് മാത്രമായിരിക്കും ബുദ്ധിമുട്ട് തോന്നുക, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. കാര്യം അതാണ് ആദ്യം മാറേണ്ട ഒരു കാര്യം. കാര്യം മനസ്സും ശരീരവും വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ ശരീരത്തിലൊരു അവയവമായിട്ടുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആകെത്തുകയാണ് നമ്മൾ മനസ്സെന്ന് പോലും വിളിക്കുന്നത്. അതായത് ഒരു ശരീരത്തിലെ അവയവത്തിൻ്റെ ഒരു അസുഖം തന്നെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആ വ്യക്തിക്കുണ്ടാവും. വിഷാദമാണ് നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന നിലയ്ക്കുള്ള സങ്കടം മാത്രമല്ല, അവർക്ക് അതിയായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും, ഉറക്കക്കുറവോ ഉറക്ക കൂടുതലോ ഉണ്ടാവാം, വിശപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യാം. പിന്നെ നേരത്തെ അവർ ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ വരാം, ശ്രദ്ധക്കുറവ് വരാം, മറവി വരാം. ഇതിൽ പലതും ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ശാരീരികമായിട്ടുള്ള വേദനകൾ മാത്രമായിട്ട് പോലും സ്ഥിരം അതിനുവേണ്ടി മാത്രം മരുന്ന് വാങ്ങിക്കാൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ MBBS കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. സമയം കിട്ടുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. വിഷമങ്ങൾ തുറന്നു പറയാൻ ആരും ഉണ്ടാവില്ല. ഭാര്യയോ ഭർത്താവോ മരിച്ചു പോയിട്ടുണ്ടാവും. ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന്, നമുക്ക് എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തകൾ വരുന്നു. എന്തെങ്കിലും മാർഗ്ഗങ്ങൾ അവലംബിക്കണം, ആ നിലയ്ക്ക് ജീവിതം അവസാനിപ്പിക്കണം, ആ നിലയ്ക്കൊക്കെ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മണി ക്യാൻ ബൈ യു ഹാപ്പിനെസ്. നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി സന്തോഷവാനായിരിക്കും, സന്തോഷവതിയായിരിക്കും.
എന്നാൽ അത് മാത്രമാണോ സന്തോഷം? വാട്ട് ഈസ് ട്രൂ ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും. ഇതൊരു വ്യക്തിയിൽ തന്നെ പല സമയത്തും ഒരു പക്ഷേ പലതായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഇന്ന് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതാണ് ഹാപ്പിനെസ് എങ്കിൽ നാളെ മറ്റൊരു കാര്യമായിരിക്കാം. പക്ഷേ നമ്മളുടെ ഇന്ന് സമൂഹത്തിൽ ഒരാളുടെ ഹാപ്പിനെസ് എന്തായിരിക്കണമെന്നുള്ള ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഇത്ര സംഖ്യ ശമ്പളം കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ ഹാപ്പി ആവുക, ഇത്ര വയസ്സിൽ കല്യാണം കഴിച്ച കുട്ടിയായാൽ മാത്രമാണ് നിങ്ങൾ ഹാപ്പി ആവുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി കിട്ടിയാൽ മാത്രമാണ് ഹാപ്പി ആവുക, കാണാൻ പറ്റുന്ന ഒരു ഔട്ട്കം ഉണ്ടെങ്കിൽ മാത്രമാണ് ഹാപ്പിനെസ് എന്ന് വളരെ ചെറുപ്പം തൊട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂളുകളിലാണെങ്കിലും ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം ഫുൾ മാർക്ക് കിട്ടുമ്പോഴാണ് കുട്ടി ഹാപ്പി ആവുക, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ മാത്രമായിരിക്കാം ഹാപ്പി ആവുക. വളരെ ചെറുപ്പം തൊട്ട് സന്തോഷം എന്നത് ഇന്നതാണ് എന്നുള്ള ഒരു സോഷ്യൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സെൽഫ് ട്രെയിനിങ്ങിലൂടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഫ്യൂച്ചറിൽ അതിൻ്റെ അർത്ഥം ഡിഫറെൻ്റ് ആയിരിക്കാം. സൈക്കോളജിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. അപ്പോൾ അതിൻ്റെ അകത്ത് തിയറി പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫുണ്ട്, വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫുണ്ട്. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം, ഇവിടെ ഫസ്റ്റ് മേടിക്കാം, ഇവിടെ ജോലി മേടിക്കാം, ഇന്നയാളെ പാർട്ട്ണറാക്കാം. സോ ഇതൊക്കെ ഗോളാണ്, ഇതെല്ലാം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, ഇത് അവസാനിച്ചു എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കാൻ പറ്റും. പക്ഷേ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ എപ്പോഴും ഫർദർ മോർ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയായിരിക്കണം എൻ്റെ ലൈഫിലെ വാല്യൂസ് എന്നുള്ള രീതിയിൽ. ഇന്ന് എനിക്ക് തോന്നുന്നു വസ്തുക്കളോട് ഉള്ള ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. സോ ഈ ഒരു ഡെഫിനിഷനിലൊരു വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും അവരുടെ ലൈഫ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അവർ ലൈഫ് ഹാപ്പി ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഇപ്പം ഞാൻ ആരോടെങ്കിലും പറയുവാണ് ഞാൻ അത്ര ഹാപ്പി അല്ല എന്ന് പറയുമ്പം അവരെന്നോട് ചോദിക്കുന്നത് നിനക്കെന്താണ് കുഴപ്പം, നിനക്ക് ജോലിയില്ലേ, നിനക്ക് കാറില്ലേ, നിനക്ക് ബൈക്കില്ലേ, മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ളൊരിതാണ്. അതെനിക്ക് തോന്നുന്നു ഓരോ വ്യക്തികളും റീലേൺ ചെയ്യേണ്ടതും കൂടെ കാര്യമാണ്. വാട്ട് മേക്സ് മീ ഹാപ്പി? വെറുതെ ഇരിക്കുന്നതാണോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കുന്നതാണോ, പാട്ട് കേൾക്കുന്നതാണോ, സിനിമ കാണുന്നതാണോ, അതൊന്നും ചെയ്യാതിരിക്കുന്നതാണോ? റീസെൻ്റ്ലി യുവാക്കളിൽ കണ്ടുവരുന്നൊരു കാര്യം ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് വെച്ചിട്ടാണ് ഹാപ്പിനെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കുറവാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടപ്പോൾ അവിടെ കുറേ കോഴ്സസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയല്ല. പ്രൊഡക്ടിവിറ്റി മാത്രമാണ് ഹാപ്പിനെസ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു കൾച്ചറാണ് ഉള്ളത്. പക്ഷേ ഹാപ്പിനെസ് ക്യാൻ ബി വെരി മൈന്യൂട്ട് തിങ്. അത് പല കാര്യങ്ങളിൽ നിന്ന് പല സമയത്തും പല എമൗണ്ടിലായിരിക്കാം നമുക്ക് കിട്ടുന്നത്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാപ്പിനെസ്സിനോടുള്ളൊരു അപ്രോച്ച് തന്നെ മാറേണ്ടതിൻ്റെയും അവിടെ ഒരു ആവശ്യം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്ക് നമ്മുടെ ജീവിതത്തിലെല്ലാം വളരെ അധികമായിരിക്കുന്ന ഒരു കാലമാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പറയട്ടെ, എന്തെങ്കിലും ഒരു വിഷമം വന്നിരിക്കുമ്പോൾ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി ഫോണിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ തുറക്കുമ്പോൾ കുറച്ചുകൂടെ വിഷമത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് പലപ്പോഴും ആൽഗോരിതം നമുക്ക് ഫീഡ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ സ്പേസസ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണോ വീണ്ടും പിന്നോട്ട് നയിക്കുകയാണോ ചെയ്യുന്നത്? അത് ആക്ച്വലി വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമുക്കറിയാം ഇപ്പം കോവിഡിൻ്റെ സാഹചര്യത്തിൽ ലോക്ക്ഡൗണിൽ അകപ്പെട്ടു പോയ സമയത്ത് ലോകത്തിൻ്റെ തന്നെ പല കോണുകളിൽ അകപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് പരസ്പരം ഒരു കണക്ടിവിറ്റി നിലനിർത്താനുള്ള ഒരേ ഒരു മാധ്യമം സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ആയിരുന്നു. പക്ഷേ അല്ലാതെ വരുമ്പം പല പഠനങ്ങളും തെളിയിക്കുന്നത്, ഇപ്പം US സർജൻ ജനറലിൻ്റെ റിപ്പോർട്ടാണെങ്കിൽ പോലും പറയുന്നത് ഏകാന്തത വലിയൊരു എപ്പിഡമിക് ആണെന്നാണ് പറയുന്നത്, ഒരു പകർച്ചവ്യാധി പോലെയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല അതിനകത്ത് പറയുന്നത് 3 മണിക്കൂറിലേറെ സമയം ദിവസം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഒറ്റപ്പെടലും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. 1 മണിക്കൂർ താഴെ ദിവസവും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സെർച്ചുകളൊക്കെ അടിസ്ഥാനമായിട്ടാണ് ഈ പല അൽഗരിതങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രത്യേകിച്ചൊരു ആത്മഹത്യാ പ്രവണതയോ അല്ലെങ്കിൽ വിഷാദമോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ കാണുന്ന കൂടുതൽ ഡിപ്രസിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും എന്നുള്ളതാണ് ഇത്തരം അൽഗരിതങ്ങൾക്കുള്ളൊരു പോരായ്മ. അപ്പോൾ അതുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം പലപ്പോഴും ഒരു ഡിട്രിമെൻ്റൽ ആവാനാണ് സാധ്യത. കൂടുതൽ അപകടത്തിലേക്ക് ചെന്നെത്തിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് കൂടുതലുണ്ടാവുക. പിന്നെ പലപ്പോഴും സംഭവിക്കാൻ നമ്മൾ ഈ ഫോണിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരോട് കണക്ട് ചെയ്യാൻ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 1000 ഫ്രണ്ട്സോ ഫോളോവേഴ്സോ ഉണ്ടെങ്കിലും പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരാരും കാണില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികൾ മാത്രമേ നമുക്ക് കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വിട്ടുപോവുകയും വിർച്വൽ വേൾഡിൽ നമ്മൾ അകപ്പെട്ട് പോവുകയും ചെയ്യുമ്പം അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, റീൽസിൽ വരുന്ന പല കണ്ടൻറ്റും പല ക്ലയൻസും ഷെയർ ചെയ്യുന്നുണ്ട്, ഇതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ലൈഫിൽ മറ്റെവിടെയും നമുക്ക് റിലേറ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ചിലർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടോ ഇത് എൻ്റെ ലൈഫിലും സംഭവിക്കുന്നുണ്ട് എന്ന്, അത് നല്ലതോ മോശമോ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലല്ല, പക്ഷെ ചിലർക്ക് ആ ഒരു രീതിയിൽ
പറ്റുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം നമ്മൾ റീഡിങ്ങിനേക്കാളും അല്ലെങ്കിൽ ഒതൻറ്റിക് സോഴ്സസിൽ നിന്ന് കിട്ടുന്നേക്കാളും കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും. ചലച്ചിത്രങ്ങളും ഇന്ന് മാനസിക ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത് എന്നിവ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിൽ സജി എന്ന കഥാപാത്രം പറയുന്നുണ്ട്, എനിക്ക് കരയാൻ സാധിക്കുന്നില്ല, എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമോ എന്ന്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ അല്ലെങ്കിൽ എനിക്ക് സഹായം വേണമെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന പുരുഷന്മാർ വളരെ കുറവാണ്. നമുക്കൊരു അൺലേണിംഗ് അല്ലെങ്കിൽ ഒരു റീലേണിംഗ് ഇന്നത്തെ പുരുഷന്മാർക്ക് കൊടുക്കേണ്ടത് അനിവാര്യമല്ലേ? ഇപ്പം മെൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിസ്കസ്ഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞൊരു 30-40 വർഷമായിട്ട് ഇപ്പം ന്യൂ സൈക്കോളജി ഓഫ് മെൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഫീൽഡുണ്ട്. ഇപ്പം നമുക്കറിയാം മെൻ അനുഭവിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ ആത്മഹത്യയാൽ മരിക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകളായിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുന്നത്, പക്ഷേ കംപ്ലീറ്റഡ് സൂയിസൈഡ് മെന്നാണ്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ത്രീകളിലായിരിക്കും കൂടുതൽ ഡിപ്രഷൻ്റെ റേറ്റ് കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ കണ്ടുവരുന്നത് സബ്സ്റ്റൻസ് യൂസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആങ്കർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണലൈസേഷൻ പ്രോബ്ലംസ് അതേപോലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രാക്ടീസിൽ ഒരുപാട് പുരുഷന്മാരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സൊസൈറ്റിയുടെയും സോഷ്യൽ ജെൻഡർ റോൾ കണ്ടീഷനിങ്ങിൻ്റെയും വലിയൊരു പാർട്ടുണ്ട്. അതായത് വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഒരു ആൺകുട്ടിക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും കിട്ടുന്ന സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലിയൽ, കൾച്ചറൽ, റിലീജിയസ് മെസ്സേജ് എന്ന് പറയുന്നത് നിൻ്റെ ഇമോഷൻസിനേക്കാളും ഇവിടെ അല്ലെങ്കിൽ നിൻ്റെ വൾണറബിലിറ്റിനേക്കാളും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള നിൻ്റെ വിൽ പവറിന് വൾണറബിലിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആൺകുട്ടികളോട് കരയാൻ പാടില്ല. ഇപ്പോൾ ആൺകുട്ടികൾ കരയുവാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് നീ എന്താ പെൺകുട്ടികളെ പോലെ കരയുന്നത്? അതായത് സ്ത്രീകളുടെ ഫെമിനൈൻ ക്യാരക്ടർ എന്തോ മോശമാണെന്ന് ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്റ്റഡീസിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ട്രഡീഷണൽ മസ്കുലൈൻ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന പുരുഷന്മാരാണ് കൂടുതലും മെൻ്റൽ ഹെൽത്ത് സർവീസസ് സീക്കാനും പൊതുവെ ബുദ്ധിമുട്ടുന്നത്. സാർ ഓൾറെഡി പറഞ്ഞു, ഡിപ്രഷൻ്റെ സിംറ്റംസ് പറഞ്ഞു. അപ്പോൾ ഈ സിംറ്റംസ് എല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സിംറ്റംസ് ഒന്നും ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ അല്ല. ലോ മൂഡ്, ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ക്ഷീണം തോന്നുക. പുരുഷന്മാർ ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ ഒരു പുരുഷൻ ഇത് പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവർ ചിലപ്പം ഒരുപക്ഷെ സബ്സ്റ്റൻസ് യൂസിലോ അല്ലെങ്കിൽ അഗ്രസീവ് ഇതായിരിക്കാം. ഇപ്പം നമ്മൾ കാണുന്ന 2 രീതിയിൽ നമ്മൾ പറയും, ഇൻറ്റേർണലൈസേഷൻ ബിഹേവിയർ ആൻഡ് എക്സ്റ്റേണലൈസേഷൻ ബിഹേവിയർ. ഇൻറ്റേർണലൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ച് ഉള്ളിൽ സങ്കടം, ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് റിലേറ്റഡ് ആയിട്ടാണ് കൺസേൺസ് വരുന്നതെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അത് എക്സ്റ്റേണലൈസേഷൻ ആയിരിക്കാം, ആങ്കർ ആയിട്ടായിരിക്കും, മറ്റു രീതിയിലുള്ള എക്സ്റ്റേണൽ ഔട്ട് ബേസ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കാം. അപ്പം ഇതിന് തീർച്ചയായിട്ടും ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പുരുഷന്മാരുടെ സോഷ്യൽ സർക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്ലയൻറ്റ് വരുമ്പോഴും അവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ ചോദിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കൺസേണിനെ അപ്രോച്ച് ചെയ്യുന്നത്? നല്ലൊരു ശതമാനം എൻ്റെ മെയിൽ ക്ലയൻസും പറഞ്ഞിട്ടുള്ളത് എനിക്ക് എൻ്റെ മെയിൽ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റാറില്ല. കാരണം ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അവരത് വളരെ നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ നിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയാൽ ശരിയാവുന്നതാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരിയാവുന്നതാണ്. അതുകൊണ്ട് പുരുഷന്മാർ കൂടുതലും സ്ത്രീകളോടാണ് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പുരുഷന്മാരുടെ സർക്കിൾസ് തന്നെ മാറ്റേണ്ടതുണ്ട്. കാരണം വൾണറബിൾ ആവുന്നത് തെറ്റാണെന്നുള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ് വളരെ ചെറുപ്പം തൊട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുരുഷന്മാർ കാണുന്ന മറ്റൊരു കാര്യം, ഇൻ്റർപേഴ്സണൽ വൾണറബിലിറ്റീസ് ആൻഡ് കെയറിങ് ബിഹേവിയർ കാണിക്കുന്നതും എന്തോ മോശമാണ്. അതായത് ഇപ്പോൾ ഞാനൊരു പുരുഷനാണെങ്കിൽ മറ്റൊരു പുരുഷന് എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ആളെ ചേർത്ത് പിടിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ആളെ സമാധാനിപ്പിക്കുന്നതും എൻ്റെ പൗരുഷത്തിന് വരുന്ന എന്തോ ഒരു തെറ്റാണ്. അതുകൊണ്ട് ഞാൻ വളരെ ടഫായിട്ട് നിന്ന് പോട്ടടാ, ഒന്നുമില്ലടാ, കുഴപ്പമില്ലടാ, അതല്ല വൾണറബിൾ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടത്. പല ക്ലയൻസും പറയുന്നത് അവരെന്നെ ഒന്ന് ജസ്റ്റ് കേട്ടാൽ മതിയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളെക്കാളും കൂടുതലാണ് പുരുഷന്മാരുടെ സൂയിസൈഡ് റേറ്റ് വരുന്നതും ഇതേപോലുള്ള സബ്സ്റ്റൻസ് യൂസിൻ്റെ കാര്യങ്ങൾ വരുന്നതും. എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ഏരിയ തന്നെയാണ്, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. എനിക്ക് ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള ആകാശ് പറഞ്ഞ പോലെ ഇപ്പം പുരുഷന്മാരുടെ ഈ സൗഹൃദ വലയം അല്ലെങ്കിൽ സുഹൃത്ത് വലയം വലുതായിരിക്കും. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള വേറെ പ്രത്യേകത, പല മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരുന്ന സ്ത്രീകൾക്ക് സുഹൃത്ത് വലയങ്ങളൊക്കെ സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ അവസാനിക്കുകയാണ്. കാരണം പിന്നീട് വിവാഹശേഷം സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളോട് പോലും സംവദിക്കാനോ നേരിട്ട് കാണാനോ പോയിട്ട് ഫോൺ ചെയ്യാൻ പോലും ഒരു സ്വാതന്ത്ര്യമോ സൗകര്യമോ ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിഷമം തുറന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ മറ്റ് സാമൂഹിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം കൊണ്ടോ ഉണ്ടാകുന്ന വിഷമങ്ങളോ കാര്യങ്ങളോ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ഓപ്ഷനില്ല. മറ്റൊന്ന്, വിഷാദം വരുന്ന ഒരു പുരുഷനും സ്ത്രീയും ആണെങ്കിൽ ഇപ്പം വെളിപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേങ്കിലും പുരുഷനാണെങ്കിൽ ജോലിക്ക് പോകുന്നില്ല എന്ന് മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ. പക്ഷേ സ്ത്രീയാണെങ്കിൽ പറയാം അവൾ മടിച്ചാണ്, വീട്ടിലെ കാര്യമൊന്നും ചെയ്യുന്നില്ല, കുട്ടികളെ നോക്കുന്നില്ല.
അങ്ങനെ ഒരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിലുണ്ട്. അപ്പം വിഷാദമാണെന്ന് പലപ്പോഴും തിരിച്ചറിയില്ല. എന്തെങ്കിലും ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അത് വിഷാദമായിരുന്നോ എന്ന് റെട്രോസ്പെക്റ്റീവിലെങ്കിൽ ആൾക്കാർ ചിന്തിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പോലും മരണക്കുറിപ്പുകളിൽ നിന്നാണ് പലപ്പോഴും അവർ ഇത്രയധികം വേദന അനുഭവിച്ചിരുന്നു അല്ലെങ്കിൽ ഇത്രയധികം വിഷാദത്തിലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരിൽ തന്നെ അങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്നൊരാൾ വന്ന് എനിക്ക് സഹായം വേണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പാനിക്കായി പോകുന്നൊരു സാഹചര്യം ഉടലെടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെയാണ് ആൾക്കാർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ബോഡി ഷെയ്മിങ് ഒരിക്കലും അന്യരിൽ നിന്നുള്ളതല്ല, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും നേരിടുന്നത്. ആൻഡ് അവരത് ചെയ്യുമ്പോൾ പലപ്പോഴും അത് അവരുടെ സ്നേഹമാണ്, അതിനാൽ തന്നെ തിരിച്ചു പറയാനും സാധിക്കാതെ പോകുന്നു. നമുക്ക് ചുറ്റുമുള്ളവരെ പോലും ചേർത്ത് പിടിക്കാൻ പറ്റാതെ പോകുന്ന നമ്മുടെ നിസ്സഹായതയിൽ ഒരു വ്യക്തി അത് തുറന്നു പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ക്ഷമയോടെ അവരെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം വളരെ പ്രശസ്തമായൊരു സംഭവം ഉള്ളത്, വിക്ടർ ഫ്രാങ്കൽ എന്ന ലോകപ്രശസ്തനായൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നാസിയുടെ ഹോളോകോസ്റ്റിലൊക്കെ പെട്ട് കുടുംബാംഗങ്ങളെ അടക്കം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു അനുഭവം, പാതിരാത്രി ഒരു സമയത്ത് ഒരു സ്ത്രീ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം കോൾ എടുത്തു. മറുതലക്കൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു, അപ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം തോന്നി, അപ്പോഴാണ് നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയത്, അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ക്ഷമയോടെ കേട്ടു. അത് കഴിഞ്ഞ് 1-2 മണിക്കൂറോളം ഇത് തുറന്നു പോയി. അവസാനം അവർ സംസാരം നിർത്തിയ സമയത്ത് ഇദ്ദേഹം ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ജീവിതത്തെ എങ്ങനെ അർത്ഥപൂർണ്ണമായിട്ട് കാണാമെന്നുള്ളതിനെക്കുറിച്ചും ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം, ഏതൊക്കെ നിലയ്ക്ക് സഹായം തേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത്രയും ആയപ്പോൾ അവർ പറഞ്ഞു, എനിക്കിപ്പം ആ ചിന്തകളൊക്കെ മാറി, വളരെയധികം നന്ദിയുണ്ട് പറഞ്ഞ് ഫോൺ വെച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു സമ്മേളന നഗരിയിൽ വെച്ച് ഇദ്ദേഹത്തിനെ ഈ സ്ത്രീ പോയി കണ്ടു. ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാനാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഇദ്ദേഹത്തിന് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി തോന്നി. അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് ഇവർ ജീവിക്കാൻ തുടർന്നും പ്രേരിപ്പിച്ചതെന്നറിയാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ തന്ന ഉപദേശങ്ങളിൽ എന്ത് കാര്യമാണ് നിങ്ങളെ തുടർന്നും ജീവിക്കാൻ പ്രേരിപ്പിച്ചത്? അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, നിങ്ങൾ പറഞ്ഞ ഒന്നും എന്നെ യഥാർത്ഥത്തിൽ പ്രേരിപ്പിച്ചില്ല. ആകപ്പാടെ എന്നെ പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം, ആ അർദ്ധരാത്രി സമയത്ത് അപരിചിതയായ എനിക്ക് വേണ്ടി ഇത്രയും സമയം ക്ഷമയോടെ നിങ്ങൾ കേട്ടിരുന്നു. അതിന് എനിക്ക് അത്രയും നാൾ ലോകത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്, ലോകം നശിച്ചൊരു സ്ഥലമാണ്, എൻ്റെ വിഷമം കേൾക്കാൻ ആരുമില്ല എന്നൊരു ധാരണയിലായിരുന്നു. പക്ഷേ ഇത്രയും പ്രശസ്തനായ നിങ്ങൾ ഇത്രയും സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ച് എന്നെ ജഡ്ജ് ചെയ്യാതെ, എനിക്ക് പറയാൻ തടസ്സമുണ്ടാക്കാതെ, അല്ലെങ്കിൽ പലരും പറയുന്ന പോലെ താരതമ്യം ചെയ്ത്, ഇതാണോ വലിയ പ്രശ്നം, ഇതിനേക്കാൾ വലിയ പ്രശ്നം ഞാൻ നേരിട്ടിരിക്കുന്നു, ഇതിനേക്കാളും വലിയ പ്രശ്നം നേരിട്ട ഒരുപാട് പേരെ എനിക്കറിയാം എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചില്ല. അപ്പോൾ അത് തന്നെയാണ് പ്രാഥമികമായിട്ട് ഏത് വ്യക്തിക്കും ചെയ്യാം. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെങ്കിൽ പോലും അനായാസം ചെയ്യാവുന്ന കാര്യം നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടോ ഐപാഡിലോ അല്ലെങ്കിൽ ടി വിയിലോ നോക്കിക്കൊണ്ടിരുന്നോ നീ പറഞ്ഞോ ഞാൻ കേൾക്കാം, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളതൊക്കെ മാറ്റി വെച്ച് ആംഗ്യ വിക്ഷേപങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയും കൂടെ അവർ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന നിലയ്ക്ക് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആത്മഹത്യാ ചിന്തകൾ പങ്കുവെക്കുകയോ മരിച്ചു പോയാൽ മതി എന്ന് തോന്നുന്നു പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധനടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം. ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഒരാൾ ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയുമ്പം പിന്നെ ഇതൊക്കെ നിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ എന്നെ നോക്കുക, അല്ലെങ്കിൽ അവരെ നോക്കുക. കുട്ടികൾ വീട്ടുകാരോട് പറയുന്ന സമയത്ത് കമ്പാരിസൺ ഒഴിവാക്കുക എന്നുള്ളതും കേൾക്കുക എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞു. അതേപോലെ നമ്മളുടെ ഒരു ലൈഫും ഒരുപാട് തിരക്കേറിയതായിരിക്കാം, പക്ഷെ എത്രമാത്രം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് എന്ന് നടന്നിരുന്ന ഒരാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് മിണ്ടുന്നില്ല, അവർ പണ്ടത്തെ ഒരു ആക്റ്റീവ്നെസ് കാണിക്കുന്നില്ല. അപ്പം എനിക്ക് അവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം മനസ്സിലാക്കി അവരോട് പോയി ചോദിക്കാൻ പറ്റുമോ, ഞാനിത് ശ്രദ്ധിച്ചു, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നീ എന്തോ വല്ലാത്തതുപോലെ തോന്നി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്. അതായത് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കേൾക്കുന്നതിലൂടെയും അല്ലെങ്കിൽ ഈ ചോദ്യത്തിലൂടെയും, ഞാൻ നിന്നെ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ ആ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാം. ഇതിലൊരു അഡ്വാൻറ്റേജ് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുന്നത്, കൂടുതലും തെറാപ്പി ബുക്ക് ചെയ്യുന്നത് ക്ലയൻ്റ് അല്ല, ക്ലയൻറ്റിൻ്റെ സുഹൃത്തുക്കളാണ് വിളിച്ചിട്ട് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ നിർബന്ധിച്ചാൽ ചിലപ്പം വരുമായിരിക്കും, വിടട്ടെ. തീർച്ചയായിട്ടും വലിയൊരു പങ്ക് നമ്മളെല്ലാവരും ഓൾറെഡി ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളുടെ ഗ്യാങ്ങിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പയ്യെ മറഞ്ഞു പോകുന്ന ആൾക്കാരെ അവരോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കേൾക്കുന്ന സമയം എങ്ങനെയായിരിക്കണം, ഫോൺ നോക്കിക്കൊണ്ടാണോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു പാർട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് 2 രീതിയിൽ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഒരുമിച്ച് പറയണോ, അതോ ഇതിൽ ആരെങ്കിലും ഒരാളോട് പറയണോ? അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ ഗ്രൂപ്പിൽ എന്നെ കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരാൾ കാണും. ആ ആളോട് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള ആൾക്കാരോടും എനിക്ക് സ്ലോലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെ ഈ ആളുടെ ഹെൽപ്പും തീർച്ചയായിട്ടും എനിക്ക് എടുക്കാൻ പറ്റും.
അറ്റ് ദി സെയിം ടൈം ഞാനിപ്പം വളരെ ഒരു ലോ ഫേസിലാണ്, ഒരു ഡിപ്രസീവ് ഫേസിലാണെങ്കിൽ ചിലപ്പോൾ ഈ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോലും എനിക്ക് ഒരു എനർജി തോന്നണമെന്നില്ല, വിച്ച് ഈസ് ഓൾസോ വെരി നാച്ചുറൽ. കേൾക്കുന്നയാളെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്കും ഒരുപാട് പാനിക്കാകാം, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് തോന്നാം. ഈ വ്യക്തി ഇപ്പം ഈ കാര്യം എന്നോട് പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. ആ റീസൺ എങ്കിലും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സൈലൻസ് ആണെങ്കിലും കുറച്ചും കൂടെ ഓക്കെ ആയിരിക്കും. എൻ്റെ എന്ത് ക്വാളിറ്റീസ് ഞാൻ ഡെവലപ്പ് ചെയ്താലാണ് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ നോൺ ജഡ്ജ്മെൻ്റലാണെന്ന് തോന്നുന്നത്. സെക്സിസ്റ്റ് ആയിട്ടുള്ള റിമാർക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ വളരെ ടോക്സിക് കൾച്ചറായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, ഹേർട്ട്ഫുൾ ജോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൂടെയൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചുറ്റിനുള്ളവരോട് പറയുവാണ്, ഞാനൊരു അൺസേഫ് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾ എന്നോട് സംസാരിക്കരുതെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. നമ്മൾ നോക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ അടുത്ത് ഈ ഒരു മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഇവരെൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവണമെങ്കിൽ ഞാൻ എന്ത് കൈൻഡ് ഓഫ് എ പേഴ്സൺ ആയിരിക്കണം, കുറച്ചും കൂടെ ലിസണിങ് ആയിരിക്കണോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം എന്നുള്ളത് ഒരു പാർട്ടാണ്. പിന്നെ ക്യൂരിയോസിറ്റി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഒരു നെഗറ്റീവായിട്ടല്ലെങ്കിലും അവർ കാര്യങ്ങൾ പറയുമ്പം എനിക്കിത് ഓൾറെഡി അറിയാമെന്നുള്ളതിനേക്കാളും ആ വ്യക്തി എന്താണ് ഇതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടെ ആ ഒരു ക്യൂരിയസ് മൈൻഡോട് കൂടിയിട്ട് ഓ ഇതാണോ സംഭവിച്ചത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അവരൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കോ പറിച്ചെറിയാതെ അവരുടെ കൂടെ കുറച്ച് നേരം നിന്നിട്ട് അവരോട് തന്നെ ചോദിക്കാം, ഓക്കെ നീ ഇതെന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് എന്നെ സംബന്ധിച്ച് ഒരുപാട് വിഷമം തരുന്ന ഒരു കാര്യമാണ്, നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, ഐ എം ഓൾസോ വിത്ത് യു. ഇനി ആ വ്യക്തി പറയുകയാണ് മെൻ്റൽ ഹെൽത്ത് സർവീസ് സീക്ക് ചെയ്യാൻ ആൾ റെഡി അല്ലെങ്കിൽ നമുക്കൊരു ബ്രീഫ് ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം നോക്കിയപ്പം വേറൊരാൾ ഇതേപോലത്തെ ഒരു കൺസേൺ ആയിട്ടൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആണെന്നൊക്കെ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്താലോ, എൻ്റെ കയ്യിൽ കുറച്ച് നമ്പറുണ്ട്, നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പലപ്പോഴും ഒരു മെൻ്റൽ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ ഒറ്റയ്ക്ക് വേണം ഇങ്ങോട്ട് പോകാനായിട്ട്. എനിക്കിപ്പോൾ ഒരു പനി വന്നാലോ അല്ലെങ്കിൽ എൻ്റെ ഒരു കൈ ഒടിഞ്ഞാലോ ഇനി ജലദോഷമാണെങ്കിൽ പോലും എൻ്റെ കൂടെ വരാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഒരു മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ പോയിരിക്കുക ആൾക്കാർക്ക് ഒരുപാട് മടി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആ വ്യക്തിയുടെ കൂടെ പോകാൻ പറ്റുമോ ഇല്ലയോ, ഓൺലൈൻ സെഷൻസ് അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ റെഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പിൽ നിന്ന് പെട്ടെന്ന് ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളടക്കം ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ നേരിടുന്നുണ്ട്. പ്രധാന പ്രശ്നം അച്ഛനും അമ്മയും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കേൾക്കാൻ, അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും ഇന്ന് വീടുകളിലില്ല. അതിനാൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ, അവരുടെ കൂടെ ചേർന്ന് നിന്ന് അവരെ കേട്ടുകൊണ്ട് ഉള്ളൊരു പേരൻറ്റിങ് സ്റ്റൈലിലേക്ക് അതല്ലേ നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത്. അടുത്ത ജനറേഷനെ കൂടുതൽ നല്ല ചിന്തകളോടെ തുറന്നു പറയുന്ന, ഐഡൻറ്റിറ്റി റിവീലുകൾ നടത്തുന്ന ഒരു ജനറേഷനിലേക്ക് നടത്തണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല കേൾവിയുള്ള മാതാപിതാക്കളെ ആവശ്യമില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം കുട്ടികളോട് ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ അവർക്കത് ബോധ്യപ്പെടണം. പ്രത്യേകിച്ച് അച്ഛനമ്മമാർ തമ്മിലുള്ള ആശയവിനിമയം, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനുള്ളൊരു തയ്യാറ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സ്വാധീനിക്കും. പലപ്പോഴും കുഞ്ഞുങ്ങളോട് നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരെപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക മാതാപിതാക്കൾ. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും കുട്ടികളും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ദിവസവും പങ്കുവെക്കുകയും ജോലി സ്ഥലത്തെയോ പുറത്തെയോ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയോ, ആരോഗ്യകരമായിട്ടുള്ള സംവാദത്തിലേക്ക് പോകുമ്പോഴത്തേക്കും കുട്ടികൾക്കും അത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു മോട്ടിവേഷനാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയും സ്കൂളിൽ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളും ഷെയർ ചെയ്യാനും, നമുക്കറിയാം ഇപ്പം കുട്ടികൾ പീഡിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളായാൽ പോലും പലപ്പോഴും വീട്ടുകാരോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്ന് ഭയന്നാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ വീട്ടിൽ പറയാത്തത്. അതേസമയം ജഡ്ജ്മെൻ്റെല്ലാം ആവാതെ കാര്യം ക്ഷമയോടെ കേൾക്കും, അവരതിനുള്ള പരിഹാരം പറയും, അല്ലെങ്കിൽ ആശ്വാസിപ്പിക്കും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും തുറന്നു പറയും. അത് നമ്മുടെ കേരളത്തിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അക്കാഡമിക് ഓറിയൻറ്റഡ് ആണ്. മിസ്റ്റർ ആകാശ് പറഞ്ഞ പോലെ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഈ ഇടയ്ക്ക് വന്നൊരു കുട്ടി പലവിധ ശാരീരിക വേദനകളുമായിട്ട് എൻ്റെ സ്കൂൾ വിദ്യാർത്ഥിനി വന്നത്, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പം തലസ്ഥാനത്ത് തന്നെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സ്കൂളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിനിയാണ്. ഗവൺമെൻറ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്. കാര്യങ്ങൾ ചോദിച്ച് വന്നപ്പോൾ കുട്ടിക്ക് വിഷാദത്തിലെ ലക്ഷണങ്ങൾ പലതും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാരണത്തിലേക്ക് ചികഞ്ഞ് പോയപ്പോൾ മനസ്സിലായൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു ട്രിഗറായി വന്നൊരു കാര്യം, വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന 3 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടി അതിന് മുമ്പിലത്തെ വർഷം ഏതോ ഒരു സീനിയറിന് പ്രണയലേഖനം കൊടുത്തു എന്നൊരു ആരോപണം വരികയും ഈ 3 കുട്ടികളെയും ഒരു ടീച്ചർ ഭയങ്കരമായിട്ട് വിചാരണ ചെയ്യുകയൊക്കെ ചെയ്തു. അവസാനം എന്ത് സംഭവിച്ചാൽ അതിന് തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അതിനുശേഷം ഈ കുട്ടികളോട് ആ ടീച്ചർ ഈർഷ്യ വെച്ച് പുലർത്തിയും അങ്ങനെ പെരുമാറുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഈ കുട്ടി. അതുകൂടാതെ മറ്റൊരു കാര്യം ഈ കുട്ടി പറഞ്ഞത്, ഇപ്പം മറ്റ് ക്ലാസ്സുകളിൽ സുഹൃത്തുക്കളോട് പോലും ബ്രേക്ക് സമയത്ത് പോലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല.
കാരണം ഉടനെ പഠിക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ ടീച്ചേഴ്സ് ഓടി വരും, അവരെ ക്ലാസ്സിലേക്ക് നയിക്കും. പിന്നെ ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയും ഈ കുട്ടിയും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ അത് ഇവർ സംസാരിക്കുന്നത് കാരണം പഠനത്തിൽ പിന്നോട്ട് പോകുന്നു എന്ന് ആരോപിച്ച് ഇവരെ മാറ്റിയിരുത്തുകയും ചെയ്തു. അതൊക്കെയാണ് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതായത് പലപ്പോഴും എന്ത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. മറ്റ് വ്യക്തികളുമായിട്ട് ഇടപഴകാനും സ്നേഹിക്കാനും പ്രണയിക്കാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ളൊരു മേഖലയും കൂടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷേ ആ നിലയ്ക്കല്ല പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. പാരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റി ടൈം എന്നുള്ളതാണ്. പലപ്പോഴും ക്വാണ്ടിറ്റി ഓഫ് ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ പാരൻസിന് പലപ്പോഴും നടക്കില്ല. കാരണം അവരുടെ ജോലിയുടെ ഡിമാൻഡ്സ് അനുസരിച്ച് അവർക്ക് വളരെയധികം ഏറെ സമയം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചിലവഴിക്കേണ്ടി വരും. പിന്നെ ചിലപ്പം വന്നു കഴിഞ്ഞാലും ജോലി കാണും, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും പണി കാണും. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ക്വാളിറ്റി ടൈം മറ്റ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം മാറ്റി വെച്ച് പൂർണ്ണമായിട്ട് കുഞ്ഞിനോടൊപ്പം ചിലവഴിക്കുക, കുഞ്ഞിനോടൊപ്പം കളിക്കാനും മറ്റു കാര്യങ്ങൾക്കും. അല്ലാതെ കുഞ്ഞിൻ്റെ അടുത്ത് നീ എൻ്റെ വിശേഷം പറ, എൻ്റെ ടൈം സ്റ്റാർട്ട്സ് നൗ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതിന് പകരം നമ്മളെ കുട്ടിയോട് കളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടി സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ വെളിയിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ അവർക്ക് എന്തും പങ്കുവയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കരുതലുള്ള ഒരാൾ വീട്ടിലുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വില്ലിങ് ആവും. ഡോക്ടറും പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ഇപ്പോഴും സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ പേരൻസിനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് വരുന്നൊരു ചോദ്യമായിരിക്കും, ഞാൻ ഈ കാര്യം പേരൻറ്റിനോട് പറഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? മേ ബി അവർ ഒരുപാട് ആൻഷ്യസ് ആവുമോ, അല്ല അവർക്ക് ദേഷ്യം വരുമോ? പലപ്പോഴും പേരൻസ് ഒരുപാട് ആൻഷ്യസ് ആവുന്നത് പല ആൾക്കാരെ സംബന്ധിച്ചും കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു കാരണം കൂടെ ആവുന്നുണ്ട്. ഞാനിത് അവരോട് പറഞ്ഞാൽ അവർക്കൊരുപാട് സങ്കടമാകും, അതുകൊണ്ട് അവരെ സങ്കടപ്പെടുത്തണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ കുട്ടികൾ ബേസ്ഡ് ആയിട്ട് ചോദിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലേക്ക് വന്നൊരു കാര്യം, കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യും. അവരൊരു സ്പഞ്ച് പോലെയാണെന്നാണ് പറയുന്നത്. ഇപ്പം വെള്ളം എവിടെ ഉണ്ടെങ്കിലും വലിച്ചെടുക്കുന്ന പോലെ ഒരുപക്ഷെ അവർ ആക്റ്റീവായിട്ട് നോക്കണം എന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ആ വീട്ടിൽ എൻവയോൺമെൻറ്റ് എങ്ങനെയൊക്കെയോ സെൻസ് ചെയ്യാൻ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി എൻ്റെ കെയർ ടേക്കറിനോട് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്കതൊരു സേഫ് ഫീലിംഗ് ആണോ തരുന്നത്, അല്ലയോ? സേഫ് ഫീലിംഗ് എന്ന് പറയുമ്പം ഓക്കെ, എനിക്കിത് കൂടുതൽ പറയാനായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ടോ, അതോ എനിക്ക് വീണ്ടും പേടിയാണ് തോന്നുന്നത്, അവരുടെ റിയാക്ഷൻ കണ്ടിട്ടുള്ള പേടി, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ചിട്ടുള്ള പേടി. അതുകൊണ്ട് എങ്ങനെ വീടുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ലി ആക്കി മാറ്റാം, കുട്ടി ആസ് എ വ്യക്തി എങ്ങനെ നമുക്ക് ആരെ കാണാം, അരുൺ സാറ് പറഞ്ഞ പോലെ അക്കാദമിക് ഓറിയൻറ്റഡ് ആക്കി മാത്രമല്ലാതെ ആ ഒരു സേഫ്റ്റി പ്ലേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കറിയാം കുട്ടികൾ എപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ കളിക്കുക, അവർ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും. പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന സമയത്ത് അവർക്ക് അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്താൽ അവർ കളി നിർത്തിയിട്ട് ഒരു പക്ഷേ പേരൻസിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചു നിൽക്കാം, അല്ലെങ്കിൽ വീട്ടിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ പോയി ഒളിച്ചു നിൽക്കാം. സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, ലൈക്ക് ദേ ആർ ഓൾവേസ് അറ്റ്യൂൺഡ് ഫോർ സേഫ്റ്റി. ഞാനിവിടെ സേഫാണോ? അപ്പം ഇത് വളരെ വലിയൊരു ചോദ്യമാണ്. അതായത് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന മറ്റ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന അറ്റാച്ച്മെൻറ്റ് ഈസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിഡിക്റ്റ്. അത് മാത്രമാണെന്നല്ല, പക്ഷേ കുട്ടിക്കാലത്തെ ഉള്ള എക്സ്പീരിയൻസസ് നമുക്ക് തീർച്ചയായിട്ടും ലേറ്റർ ലൈഫിലും എല്ലാ റിലേഷൻഷിപ്പ് ഏരിയാസിലും അത് സേഫ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് നിൽക്കാറുണ്ട് പലപ്പോഴും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അയാൾ എത്ര മുതിർന്നു കഴിഞ്ഞാലും അയാൾ ക്യാരി ചെയ്യുന്ന ഏറ്റവും വലിയ സ്കാർസ് എന്ന് പറയുന്നത് അയാളുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയതായിരിക്കും. പല വ്യക്തികളും ഇത് തിരിച്ചറിയാതെ പോവുകയും അത് വെച്ച് പല വ്യക്തിബന്ധങ്ങളും നശിച്ചു പോയിട്ടും അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടായ സ്കാർസിനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് അതുമായിട്ട് ഡീൽ ചെയ്യാം, അതിനെ മുറിവുണക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും? പലപ്പോഴും എന്ത് രോഗാവസ്ഥയാണ് ഇത് കാരണം ഉണ്ടാകുന്നതെന്നും കൂടെ ആശ്രയിച്ചിരിക്കും. ചികിത്സയിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവാം. വിഷാദം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം വളരെ വലിയൊരു ട്രോമയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു രോഗമായിട്ടും വരാം. പിന്നെ പലപ്പോഴും ഒരു പ്രശ്നം ഇതിൽ PTSD ഞാൻ എടുത്ത് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ ഇന്ത്യൻ സെനാരിയോയിൽ അധികം കോമൺ അല്ല എന്ന് പൊതുധാരണയുള്ളൊരു അസുഖമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ലിറ്ററേച്ചറൊക്കെ നോക്കുകയാണെങ്കിലും അമേരിക്കയിൽ വാർ വെറ്ററൻസ്, അതായത് ഭടന്മാർക്ക് ഇടയ്ക്കൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പലപ്പോഴും ചോദിക്കാൻ വിട്ടുപോകുന്നതുകൊണ്ടാണ് പലപ്പോഴും കിട്ടാത്തതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജീവിതത്തിലൊരു വ്യക്തി പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പിണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഇല്ലാതെ പോകുന്നു, മരിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പല സന്ദർഭങ്ങളിലും വളരെ ട്രോമാറ്റിക് ആവാം അത്തരം അനുഭവങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, ഓരോ വ്യക്തിയും അതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ചിലപ്പം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓമനിച്ച് വളർത്തുന്ന ഒരു നായയുടെ മരണം പോലും ചിലപ്പോൾ മറ്റൊരാൾക്ക് അയാളുടെ അമ്മയോ അച്ഛനോ മരിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാളും വലിയ വേദന ആയേക്കാം. അത് ഭാവിയിൽ അയാൾക്കൊരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു വിഷാദത്തിലേക്കോ ഒരു ഉത്കണ്ഠ രോഗത്തിലേക്കോ നയിക്കാം. ഡയറക്റ്റ്ലി ട്രോമയായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ പോലും പ്രസക്തമാണെന്ന് തോന്നുന്നൊരു കാര്യം ലഹരി ഉപയോഗം.
അതും പലപ്പോഴും വീടുകളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും ഒരു 9 വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു ആൺകുട്ടിയാണ്. പെരുമാറ്റ പ്രശ്നമാണ്, മറ്റു കുട്ടികളെ കല്ലെടുത്തെറിയുന്നു, സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ തറുതല പറയുന്നു, തല്ലാൻ വരുമ്പം വടി പിടിച്ച് വാങ്ങിച്ച് തിരിച്ച് അവരെ അടിക്കുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടാണ് കൊണ്ടുവരുന്ന മുത്തച്ഛനാണ്. അദ്ദേഹം ഒരു വിമുക്ത ഭടനാണ്. രോഗവിവരം ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ മദ്യം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു, ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് വയസ്സ് തൊട്ട് ഉപയോഗിക്കുന്നു? അപ്പോൾ 2 വയസ്സെന്നായിരുന്നു ആ മുത്തച്ഛൻ്റെ മറുപടി. അപ്പോൾ അതെനിക്കൊരു ഞെട്ടിക്കുന്ന മറുപടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രായമായ വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് ചിലപ്പം കേൾവിക്കുറവ് കാരണം ചോദ്യം തെറ്റി കേട്ടതായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ചോദിച്ചു, അല്ല ഞാൻ ചോദിച്ചത് കുട്ടി എത്ര വയസ്സ് തൊട്ട് മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്നെയാണ് ഡോക്ടറെ ഞാൻ പറഞ്ഞത്, 2 വയസ്സ്. അപ്പോൾ ഞാൻ 2 വയസ്സിൽ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ രസകരമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാനിവനെ അമ്പലക്കുളത്തിൽ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പം ഒരുപാട് പേര് കുളിക്കുകയും തുണി നനയ്ക്കുകയും അതൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ബാക്ടീരിയ വെള്ളത്തിലുണ്ടാവില്ലേ. അപ്പം കുറച്ച് വെള്ളമൊക്കെ നീന്തൽ പഠിക്കുമ്പോൾ കുടിക്കും. അപ്പോൾ സാധാരണ നമ്മൾ മുറിവ് വൃത്തിയാക്കി ഉപയോഗിക്കുന്ന സ്പിരിറ്റാണല്ലോ. സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആൽക്കഹോളാണ്. അപ്പോൾ എനിക്ക് മിലിറ്ററി കോട്ട കിട്ടുന്നതും ആൽക്കഹോളാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് ചെറിയൊരു അടപ്പിലാക്കി ഈ കുഞ്ഞിന് കൊടുക്കുമായിരുന്നു. പിന്നെ ഇവൻ തന്നെ ഞാൻ ഒളിച്ചു വയ്ക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അജ്ഞത എത്രത്തോളം അപകടകരമായി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ലഹരി ഉപയോഗമായാലും പലപ്പോഴും തുടങ്ങുന്ന വീട്ടിൽ നിന്നാണ്. അവർ ഇടയ്ക്ക് നിംഹാൻസ് ടീം ഒരു പഠനം നടത്തിയിരുന്നു കേരളത്തിൽ തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയ്ക്ക്. അപ്പോൾ അതിൽ കണ്ടെത്തിയത് ഒരു 13 വയസ്സൊക്കെ സമയത്ത് ഒരു 3% കുട്ടികളാണ് ലഹരി ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് മദ്യം. അതേസമയം ഒരു 19 വയസ്സിലെത്തുമ്പോൾ അതൊരു 15% എത്തുന്നു. അതുമാത്രമല്ല, കേരളത്തിലെ പഠനം തെളിയിച്ചൊരു കാര്യം, ഒട്ടുമിക്ക കുട്ടികളും ഒരു മദ്യമോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളിലൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് കുടുംബ ചടങ്ങുകളിൽ വെച്ചാണ്. ചിലപ്പം ചോറൂണോ അല്ലെങ്കിൽ കല്യാണമോ അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് ആഘോഷം വന്നാലും മദ്യം ഒരു ഒഴിച്ചുകൂടാനാത്ത കാര്യമാണ്. അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ, പണ്ടാണെങ്കിൽ സിഗരറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമായിരുന്നു ഒരു പാത്രത്തിൽ, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ വയ്ക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പലപ്പോഴും വീട്ടുകാരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതും വീട്ടുകാരാണ് ഒരു പരിധിവരെ. പലപ്പോഴും ഇത് പിന്നീട് ഇവർക്ക് കുടഞ്ഞറിയാൻ പറ്റാത്ത നിലയ്ക്ക് അല്ലെങ്കിൽ പുറത്ത് കിടക്കാൻ പറ്റാത്ത നിലയ്ക്കുള്ളൊരു പ്രശ്നമായിട്ട് ഭാവിയിൽ മാറാറുണ്ട്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരുന്ന വ്യക്തികളെ ഒരു 2-3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പാരൻറ്റിങ്ങിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, റോങ് പാർട്ട്ണർ ചോയ്സ് കാരണം വിക്ടിമായിട്ടുള്ള ആൾക്കാർ, റോങ് കരിയർ ഡിസിഷൻ എടുത്തിട്ട് വിക്ടിമായ ആൾക്കാർ, ചിലപ്പോൾ ഇതിൻ്റെ വേരിയസ് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരാണ് പിന്നീട് ഈ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കിത് സ്വയം പരിഹരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സുഹൃത്തുക്കളോട് പങ്കുവെച്ചു, എന്നിട്ടും നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ല. നമ്മൾ ബാക്കി നിലയ്ക്കുള്ള മാർഗ്ഗങ്ങൾ നോക്കി, എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്ദർഭത്തിൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. കാര്യം അവർക്കല്ലാതെ ചിലപ്പം തിരിച്ചറിയാനും ചിലപ്പോൾ നമുക്ക് വൈകിപ്പോയെന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം കഴിഞ്ഞില്ലെന്ന് വരും. ഇപ്പം പലപ്പോഴും എന്തുകൊണ്ടാണ് നമുക്കിത് വന്നത്, ചൈൽഡ്ഹുഡ് ട്രോമ കാരണമാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഇപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം പീഡനങ്ങളുടെ കാര്യം പറഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ ഒരു വൈകാരികമായിട്ടുള്ള പീഡനമോ അല്ലെങ്കിൽ ഒരു ലൈംഗികമായിട്ടുള്ള പീഡനമോ നേരിട്ടുള്ള വ്യക്തി അത് ജീവിതത്തിലുടനീളം വേട്ടയാടും. അപ്പോൾ പലപ്പോഴും തോന്നുന്നത് അത് കാരണം ഒരു പുരുഷനാണ് ഉപദ്രവിച്ചതെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വളർന്നു വരുമ്പോൾ എപ്പോഴും പുരുഷന്മാരിന് അൺസേഫ് ആണെന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പോൾ അത് ഭാവിയിലുള്ള എല്ലാ പുരുഷന്മാരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെയും സ്വാഭാവികമായിട്ട് താറുമാറാക്കാൻ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. ഡോക്ടർ ആരും പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ നോക്കിക്കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റൽ ഫേസാണ്. കാരണം ഞാൻ ആരാണ് എന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നതും, ഈ ലോകം എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തർ തിരിച്ചറിയുന്നതും, ഈ ലോകത്തുള്ള ആൾക്കാരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നതെന്ന് ഉള്ളതിൻ്റെയൊക്കെ ഒരു ബേസിക് ഫ്രെയിം വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. എയ്സ്, അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലിറ്ററേച്ചർ തന്നെ നോക്കുവാണെങ്കിൽ, ചെറുപ്പകാലങ്ങളിൽ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടായിട്ടുള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും ലേറ്റർ ലൈഫിൽ അത് പല രീതിയിലുള്ള ശാരീരികാരോഗ്യ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് മടങ്ങധികം വരാറുണ്ട്. ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ട്രോമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കൂടുതലും കണക്കാക്കുന്ന ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു അഡീഷണലായിട്ട്, പക്ഷേ ഒരു പരിധിവരെ എന്ത് സംഭവിച്ചില്ല, എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ പോകുന്നതും എന്നെ സംബന്ധിച്ചൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കാം. സ്കൂളിൽ നിന്ന് എനിക്ക് ബുള്ളിങ് കിട്ടിയതായിരിക്കണം എന്നല്ല എന്നെ സംബന്ധിച്ചൊരു വലിയൊരു സ്ട്രെസ്സർ. വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പം എനിക്ക് കിട്ടേണ്ട കെയർ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ആബ്സെൻസ് ഓഫ് കെയർ, ആബ്സെൻസ് ഓഫ് ലവ്, ആബ്സെൻസ് ഓഫ് അഫെക്ഷൻ, ഓൾ ദിസ് ക്യാൻ ഓൾസോ ലീഡ് ടു സർട്ടൻ തിങ്സ്. ഈ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മറ്റാരെയും കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും, നമുക്ക് എല്ലാവർക്കും ഇത് ഡീൽ ചെയ്യണം, സ്വയം ഇതെല്ലാം ഡീൽ ചെയ്യാം, ഒരു വളരെയധികം സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറാം, ആരുടെയും സഹായം വേണ്ട, എനിക്കിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് വരും. ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്കും പല പല രീതിയിലായിരിക്കാം. ക്ലയൻസ് വരുന്ന സമയത്ത് നമ്മൾ സെഷൻസിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആളുടെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസസ് ഇതൊക്കെയാണ്. അപ്പം നമ്മൾ നോക്കും എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഈ വ്യക്തിക്ക് ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് പ്രീഡിസ്പോസിങ് ആയിട്ടാണോ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റിംഗ് ആയിട്ടാണോ. ഞാൻ നോക്കുന്ന സമയത്ത് ചൈൽഡ്ഹുഡ് വളരെ ഒരു മേജർ ഇവൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ഒരു പക്ഷേ
പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യം വളരെ റെലവൻ്റ് ആവുന്നത്. എങ്ങനെ നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മളുടെ എൻവയോൺമെൻറ്റ്, പേരൻറ്റിങ്, സ്കൂൾ, ഫ്രണ്ട്സ് എത്രമാത്രം സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം. നമ്മളുടെ ബ്രെയിൻ എപ്പോഴും നോക്കുന്നത് ഇവിടെ സേഫാണോ. സേഫ് അല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ആ ഒരു അൺസേഫ്റ്റീനെ കോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റൽ മെക്കാനിസംസ് കാണിക്കാം എന്നുള്ളതുകൊണ്ട്. പ്രണയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ സങ്കല്പങ്ങൾ വളരെയധികമായി മാറി വരികയാണ്. ഒരു കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ പറയട്ടെ, മുൻപ് കേട്ടിട്ടില്ലാത്ത ഓപ്പൺ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് മുതലായവയെല്ലാം പ്രണയത്തിലേക്ക് കടന്നു വരികയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കോൺസെപ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓപ്പൺ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ CNM, കൺസെൻഷ്യൽ നോൺ മൊണോഗമസ് റിലേഷൻഷിപ്പ്, പിന്നെ സിറ്റുവേഷൻഷിപ്പൊക്കെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രേമം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു സിസ് ജെൻഡർ ഹെട്രോസെക്ഷൽ പുരുഷന് സ്ത്രീയോട് മാത്രം തോന്നുന്ന പ്രണയങ്ങളായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഏത് ജെൻഡറിനും ഏത് സമയത്തും ആരോടും തോന്നുന്ന പ്രണയങ്ങൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആർട്ടിക്കിളുണ്ട്, ദി ലവ് ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിളിൽ പറയുന്നൊരു കാര്യം, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്ന പ്രണയം എൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം വരുന്ന എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് അത് ഒരുപാട് നമ്മളുടെ ചുറ്റുപാടുകൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഒരു ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്ത് കൈൻഡ് ഓഫ് സ്ത്രീകൾ ആണ് അട്രാക്റ്റീവ്, എന്ത് കൈൻഡ് ഓഫ് ബോഡികളാണ് അൺഅട്രാക്റ്റീവ്. സോ ഞാൻ ഈ സോഷ്യലി ഡിഫൈൻഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ്നെസ്സിലേക്കും അൺഅട്രാക്റ്റീവ്നെസ്സിലേക്കായിരിക്കും പോകുന്നത്. അതായത് ഒരു സോഷ്യൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചായിരിക്കും പോകുന്നത്. അപ്പം അവിടെയാണ് ഈ സങ്കല്പങ്ങൾ വരുന്നത്. അപ്പം ഇതിൽ റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക്സ് ഒരുപാട് മാറുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു പണ്ടത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ലവ് സക്സസ് ആവുക എന്ന് പറയുന്നത് വർഷങ്ങളോളം പ്രണയിച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടികളുടെയും കല്യാണം കഴിഞ്ഞ് ഇവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുന്നു, ഒരുമിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മരിക്കുന്നു, മറ്റേ പാർട്ട്ണർ ഇയാളെ ലീവ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഒരു പരിധിവരെ ലവിനെ നമ്മൾ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ലവ് എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിനെ ആൾക്കാർ കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രിഫറൻസസിനനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട്. അത് ഒരു പരിധിവരെ നല്ലതുമാണ്, ഒരു പരിധിവരെ ഹാംഫുള്ളും ആവാം. ഹാംഫുൾ ആവുക എന്ന് പറയുന്നത് ഞാനും എൻ്റെ പാർട്ട്ണറും അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു പേജിലല്ല എങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് കൈൻഡ് ഓഫ് എ പാർട്ട്ണർ ഐ വോണ്ട്, എന്ത് തരത്തിലുള്ളൊരു പാർട്ട്ണറിനെയാണ് എനിക്ക് വേണ്ടത്. അറ്റ് ദി സെയിം ടൈം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ആരും ചോദിക്കാത്തൊരു ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് എ പാർട്ട്ണർ ഐ ക്യാൻ ബി, എന്ത് കൈൻഡ് ഓഫ് എ പാർട്ട്ണറാണ് ഞാനാവേണ്ടത്. ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സിനോട് എങ്ങനെയാണ് എൻ്റെ സമയം ചിലവഴിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഞാൻ എൻഗേജ് ചെയ്യുന്നത്, എൻ്റെ നീഡ്സ് എന്താണ്. അപ്പം ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഉള്ള ഒരു സ്റ്റാർട്ടിങ് ആയിട്ടായിരിക്കാം വരുന്നത്. ഇപ്പം പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു ടീനൊക്കെ കഴിഞ്ഞ് 21, 22 ഒക്കെ ആകുമ്പം ചില ക്ലയൻസിൻ്റെ കൺസേൺ എനിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവർ വന്ന് പറയുന്നതിൻ്റെ എനിക്ക് എന്താ പ്രണയം തോന്നാത്ത, എനിക്ക് ആരെയും കിട്ടുന്നില്ല, ഒരു കോട്ട് ആൻഡ് കോട്ട് എനിക്ക് ആരെയും സെറ്റ് ആവുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഫർദറായിട്ട് ചോദിക്കുമ്പോൾ ദർ ഈസ് എ കമ്പൽഷൻ, ഞാൻ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിലായിരിക്കണം, റിലേഷൻഷിപ്പിൽ ഇല്ലാത്തത് എൻ്റെ എന്തോ തെറ്റായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് അവിടെ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പെരുമാറ്റങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. അതൊരു വ്യക്തിക്ക് ഏത് സമയത്തും ഏത് ആൾക്കാരോടും അത് ഏത് ഡൈവേഴ്സിറ്റി അനുസരിച്ചും തോന്നാം. ഒരു ട്രഡീഷണൽ മൊണോഗമസ് റിലേഷൻഷിപ്പിന് പുറത്തുള്ള റിലേഷൻഷിപ്സും ഹെൽത്തി ആണെന്നുള്ള ഒരുപാട് ഡേറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളുടെ എക്സിസ്റ്റിംഗ് സോഷ്യൽ സിസ്റ്റത്തിൽ ഒരു നോൺ മൊണോഗമസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ ഒരുപാട് സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ക്യൂർ റിലേഷൻഷിപ്പും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മളെല്ലാവരും കണ്ടു വളരുന്നത് ഒരു ആണും പെണ്ണും അടങ്ങുന്ന ഒരു ഹെട്രോനോർമേറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉയരം കൂടിയാണും ഉയരം കുറഞ്ഞ പെണ്ണും, പ്രായം കൂടിയാണും പ്രായം കുറഞ്ഞ പെണ്ണും എന്നുള്ള രീതിയിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിരിക്കാം. അപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നോമിന് പുറത്ത് ആര് പോയി പ്രണയിച്ചാലും അതിനെയെല്ലാം തെറ്റാണെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു 25 വയസ്സുള്ള ഒരാളോടും പ്രണയം തോന്നാം. പ്രണയമാണല്ലോ. പക്ഷെ അത് പോരാ. കംപ്ലീറ്റ് സോഷ്യൽ സിസ്റ്റവും സാങ്ഷൻഡ് ആയിട്ടുള്ള പ്രണയങ്ങൾ മാത്രമായിരിക്കണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു ഇതായിട്ടല്ല തോന്നുന്നത്. ആൻഡ് ഇത് മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു ചോദിച്ചാൽ
ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇഷ്യൂസ് ആ വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിനെ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ചെയ്യാം. സോ ഒരു പ്രോപ്പർ അവെയർനെസ് ഇല്ലാതെ, എൻ്റെ നീഡ്സ് എന്തെന്ന് മനസ്സിലാക്കാതെ, ഞാൻ കുറച്ച് ഇൻഫോംഡ് അല്ലാതെ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കാം ഒരു പക്ഷേ ലേറ്റർ ലൈഫിലുണ്ടാകുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് ഇൻ്റർവെൻഷൻസ് തന്നെ പോസിബിൾ ആണ്. ആസ് ലോങ് ആസ് people want to change and people want to help each other, they can go for couple related counseling അല്ലെങ്കിൽ relationship related ആയിട്ടുള്ള ഹെൽപ്പ് സ്വീകരിക്കാം. ആൻഡ് അഗൈൻ ഇൻഡിവിജ്വൽ തെറാപ്പി പോലെ തന്നെ ദർ എക്സിസ്റ്റ് കപ്പിൾ തെറാപ്പി ആസ് വെൽ ആസ് ഫാമിലി തെറാപ്പി ഓൾസോ. സോ അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതായിരിക്കും. മറ്റൊന്ന് ഇപ്പം പലപ്പോഴും നമ്മുടെ നാട്ടിൽ അറിയാതെ പോകുന്നൊരു കാര്യമാണ്, ഇപ്പം വിവാഹം എന്ന് പറഞ്ഞത് ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത്. കാര്യം പൊതുവെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന വിവാഹം എന്ന് പറഞ്ഞാൽ ആഹ്ലാദം മാത്രമുള്ളൊരു സംഭവമാണ്. ഹോംസ് റാഹേ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സ്കെയിലുണ്ട്. അതായത് ഓരോ ലൈഫ് ഇവൻറ്റ്സിൻ്റെ സ്ട്രെസ്സിൻ്റെ റേറ്റ് ചെയ്യുന്നൊരു സ്കെയിലാണ്. അപ്പോൾ അതിനകത്ത് 100 ഡെത്ത് ഓഫ് എ സ്പൗസ്, അതായത് ഒരു പാർട്ട്ണർ മരിക്കുന്നത്. അതിൽ 50 സ്കോറുള്ള സംഭവമാണ് കല്യാണം. അതായത് സ്വാഭാവികമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക എന്നുള്ള കാര്യം ഒന്ന്. അപ്പോൾ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല പല സങ്കല്പങ്ങളുണ്ടാവാം. പിന്നെ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്, പ്രണയിക്കുന്ന സമയത്ത് നീ ഇങ്ങനെയായിരുന്നു, വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ല. പ്രണയിച്ച് വിവാഹം കഴിച്ച പലരും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടാകുമ്പം ഇപ്പോഴും ഉയർന്നു വരുന്നൊരു സംഭാഷണമാണ്, നീ പഴയ പോലെ അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളുണ്ടാവും. പ്രണയിക്കുന്ന സമയത്ത് മറ്റേയാളെ ഇമ്പ്രസ് ചെയ്യാനും മറ്റേയാളെ ഇട്ടിട്ട് പോകാതിരിക്കാനും വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തും. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചങ്ങല കിട്ടതുപോലെയാണ്, ഇനിയിപ്പം അയാൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്കൊരു ചിന്ത വരും. നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഏത് റിലേഷൻഷിപ്പും വളരുള്ളൂ. പ്രണയബന്ധമായാലും ഇപ്പം വിവാഹ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിലായാലും പലപ്പോഴും എഫേർട്ട് ഇടാതെ ഇമോഷണലായിട്ട് അവർക്ക് അറ്റാച്ച്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ ഇന്ന് ചർച്ചയാവുന്ന വിവാഹേതര ബന്ധങ്ങളിലും ഓൺലൈൻ ബന്ധങ്ങളിലേക്ക് പലപ്പോഴും പോകുന്നതിന് കാരണം അതാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയാണ് പലപ്പോഴും ആൾക്കാർ പോകുന്നത്. അല്ലാതെ ഇപ്പം ശാരീരിക ബന്ധത്തിന് വേണ്ടി ഒന്നും അല്ല ആൾക്കാർ പോകുന്നത്. ഒരു ഇമോഷണലായിട്ട് അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരു വ്യക്തി വേണം, അല്ലെങ്കിൽ അവർക്ക് വിഷമം പറഞ്ഞാൽ കേൾക്കാൻ ഒരാൾ വേണം. അപ്പം അങ്ങനെയുള്ള കാരണത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് എഫർട്ട് ഇട്ടാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുള്ളൂ. നമുക്കുള്ള പ്രശ്നങ്ങളെക്കാൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ നാം ചിന്തിച്ചു കൂട്ടി അതിനകത്ത് നമ്മൾ ജീവിക്കുകയാണ്. അതായത് യഥാർത്ഥ പ്രശ്നങ്ങളെക്കാളാണ് നമ്മുടെ മനസ്സിനകത്തുള്ള നമ്മൾ തന്നെ മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, നമ്മൾ ഉണ്ടാവാൻ പോകുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടു കാണുന്ന പല പ്രശ്നങ്ങളുമാണ്. ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു നെറ്റിനകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. എത്രമാത്രം പോസിബിളാണ് അതിൽ നിന്ന് പുറത്തു വന്ന് യഥാർത്ഥമായ ജീവിത പ്രശ്നങ്ങളെ നേരിട്ട് ഇല്ലാത്ത ബാറ്റിൽസ് ഫൈറ്റ് ചെയ്ത് സമയം കളയാണ്ട് യഥാർത്ഥമായിട്ടുള്ള ജീവിത സന്തോഷം തേടി ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ തേടി പോവുക എന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പം പല രീതിയിലാണ് കണ്ടുവന്നിട്ടുള്ളത്. അതൊരു ആൻസൈറ്റി റെസ്പോൺസ് ആയിരിക്കാം. ആൻസൈറ്റി ഉള്ള സമയത്ത് ഫ്യൂച്ചറിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ പോകുന്നത്. അത് ചിലപ്പം ഒരു സ്പെസിഫിക് ഇവൻറ്റിനെ പറ്റിയുള്ള ആൻസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ആൻസൈറ്റി റെസ്പോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിനെ പറ്റിയുള്ള ഗിൽട്ടോ ഷെയിമോ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്തു പോയി എന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ക്ലയൻസിൽ കാണുന്നത് നമ്മൾ ഓവർ തിങ്കിങ്ങിനെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് പലപ്പോഴും കാണാറുള്ളത്. ഇതങ്ങ് വെറുതെ അങ്ങ് നിർത്തിയാൽ പോരെ എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഒരു വെളുത്ത പൂച്ചയെ പറ്റി നമ്മൾ ആലോചിക്കരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ആ വെളുത്ത പൂച്ചയെ പറ്റിയായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഓവർ തിങ്ക് ചെയ്യരുത് എന്ന് ഞാൻ എന്നെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ തോട്ട്സിനെ കൂടുതലും റീഇൻഫോഴ്സ് ചെയ്യുമായിരിക്കും. ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പറയാറുണ്ട് ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓവർ തിങ്കിങ് വന്നാൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റഡ് ആവാതെ ഇരിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ച് ഓവർ തിങ്കിങ് വളരെ അമിതമായിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കൺട്രോളിലാവുന്നില്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഒരു ക്വിക്ക് സൊല്യൂഷൻ പറയാത്തതിൻ്റെ ഒരു റീസൺ ഓവർ തിങ്കിങ് പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്. ഇപ്പോൾ OCD ഉള്ള ഒരാൾ ചിന്തിക്കുന്ന ഇതെൻ്റെ ഓവർ തിങ്കിങ് ആണെന്നായിരിക്കും. പക്ഷേ ആ വ്യക്തിയുടെ കൺട്രോളിലല്ല ആ ചിന്ത നിൽക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് മാറുമെന്ന് പറയുമ്പം അവർ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കാര്യങ്ങൾ പരാജയപ്പെടുമ്പം അത് ഫർദറായിട്ട് അവരുടെ ഓവർ തിങ്കിങ്ങിനെ കൂട്ടും. ഈ ആൾ പറഞ്ഞ് ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി, ടിപ്സ് എല്ലാം ഞാൻ ട്രൈ ചെയ്തു, എന്നിട്ടും എന്താ എൻ്റെ ചിന്തകൾ നിൽക്കാത്ത, അതൊരു ഫർദർ കോൺട്രിബ്യൂട്ടിങ് റീസൺ ആയിരിക്കും എന്നുള്ളൊരു ഫാക്ടറാണ്. എന്തിനെ പറ്റിയാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്? അതൊരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. ഇപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് കൺസേൺ ഉണ്ടെങ്കിൽ, എനിക്ക് അത്ര ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ചിന്ത ഫുള്ള് പോകുന്നത് എൻ്റെ പാർട്ട്ണർ എന്നെ ഇട്ടിട്ട് പോകുമോ, ഫ്യൂച്ചറിൽ ഞങ്ങൾ എന്താവും എന്നുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കാം. അല്ലെങ്കിൽ വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ജോബ് സെറ്റിൽ ആവുമോ എന്നുള്ള ഓവർ തിങ്കിങ് ആയിരിക്കാം. സോ നമുക്ക്
എന്താണ് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ആൻഡ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാ ഡെയിലി ലൈഫിനെയും പേഴ്സണൽ, പ്രൊഫഷണൽ, റിലേഷണൽ ലൈഫിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് തന്നെ ആയിരിക്കാം നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഓവർ തിങ്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ തന്നെ ഒരു പ്രശ്നം പലരും അത് നിസ്സാരമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ബന്ധുക്കൾ പറയും ഇതങ്ങ് ചിന്തിക്കാതിരുന്നാൽ പോരെ, ഇവരുടെ അടുത്ത് ഞാൻ എത്ര പറഞ്ഞു, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് എത്ര പറഞ്ഞു, ചിന്തിക്കാതിരുന്നാൽ മതി. പക്ഷേ അവൾ പിന്നെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരു പരിധി കടക്കുമ്പം ഒരു പത്തോളജിക്കൽ ആവുന്നു, അല്ലെങ്കിൽ ഒരു രോഗതലത്തിലെത്തുന്നു, അല്ലെങ്കിൽ സഹായം തേടേണ്ട അവസ്ഥയിലെത്തുന്നു എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അവർ വിചാരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് ഒരു ലൈറ്റ് കത്തുന്ന പോലെയാണ് ഒരു ചിന്ത വരുന്നത് എന്നുള്ള നിലയ്ക്കാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ ഈസിയാണ് അത് നിർത്തുന്നതെന്നൊരു ധാരണയുണ്ട്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ വിഷയം പ്രധാനമായിട്ട് വെൽബീയിങ് ആയതുകൊണ്ട് പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ കായിക അധ്വാനം, അല്ലെങ്കിൽ ഒരു വ്യായാമം ചെയ്തതിൻ്റെ ആവശ്യകത. തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. അപ്പം ഒരു ശരീരത്തിലൊരു അവയവമാണ്. അപ്പം വ്യായാമം കൊണ്ട് മറ്റവയവങ്ങൾക്ക് എത്രത്തോളം പ്രയോജനം ഉണ്ടാവുമോ അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനും മനസ്സിനും പ്രയോജനം ഉണ്ടാവും. കാരണം നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തപ്രവാഹം കൂടുകയും എല്ലാ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹവും ഓക്സിജനേഷനൊക്കെ കൂടും. അതോടൊപ്പം നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹവും കൂടും. പിന്നെ അതിനോടൊപ്പം തന്നെ പല ഹോർമോണുകളും, നമ്മുടെ എൻഡോർഫിൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ ഒരു മെൻ്റൽ വെൽനെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിലെ വേദനകളൊക്കെ അകറ്റുന്ന അത്തരത്തിലുള്ള ഹോർമോൺസിൻ്റെ സെക്രീഷനും കൂടുതലായിട്ട് നടക്കുക നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുമ്പോഴാണ്. പിന്നെ അടിവരായിട്ട് ഇന്നത്തെ തലമുറയുടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഉറക്കം എന്നുള്ള കാര്യം. സ്ലീപ്പ് ഹൈജീൻ അല്ലെങ്കിൽ നിദ്രാശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഉറങ്ങുന്നതെന്ന് വെച്ചാൽ പലരും പറയും ക്ഷീണം മാറാൻ. പക്ഷേ നമ്മുടെ തലച്ചോറിന് ഒരു റെസ്റ്റ് ചെയ്യാനും ഒരു റിക്കവർ ചെയ്യാനും റീബൂട്ട് ചെയ്യാനുള്ള ഒരു ടൈമിംഗ് ആണ് ഈ ഉറക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും കഴിയാതെ വരും. അപ്പം നിദ്രാശുചിത്വത്തിൻ്റെ പൊതുവെയുള്ള ഏതാനും ടിപ്സ് പറയാം. ഒന്ന്, എല്ലാ ദിവസവും പരമാവധി ഒരേ സമയത്ത് ഉറങ്ങാനോ ഒരേ സമയത്ത് എഴുന്നേക്കാനും ശ്രമിക്കുക. അത് അവധി ദിവസമായാലും പ്രവൃത്തി ദിവസമായാലും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള 1 മണിക്കൂർ ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. പകൽ സമയത്തും മറ്റു സമയത്തും കുടിക്കുക. ആ സമയത്ത് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ട സാഹചര്യം വരാം. അപ്പോൾ അത് കാരണം ഉറക്കം മുറിഞ്ഞു പോകാം. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള 3 മണിക്കൂർ വളരെ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. ഉറക്കത്തിന് മുമ്പുള്ള 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും സ്ക്രീനുകളെല്ലാം ഒഴിവാക്കുക. ഇനി സ്ക്രീനിലെ നീലിച്ച പ്രകാശം നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട മെലറ്റോണിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയും അത് കാരണം കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടാതെ വരികയും ചെയ്യും. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു 3 മണിക്കൂറിൽ ഭയങ്കര അതികഠിനമായിട്ടുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലായിട്ട് ചാർജ് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ത്രില്ലേഴ്സ് കാണുക, അല്ലെങ്കിൽ ഹൊറർ ഫിലിം കാണുക, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. മദ്യത്തെയോ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളെയോ ഉറക്കത്തിനായിട്ട് ആശ്രയിക്കാതിരിക്കുക. പിന്നെ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കിടപ്പുമുറി കഴിവതും ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക, പ്രത്യേകിച്ച് കട്ടിൽ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചെല്ലുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ കൺഫ്യൂസ്ഡാണ്. നമ്മൾ ഉറങ്ങാനാണോ വരുന്നത്, ഫോണിൽ നോക്കാനാണോ, അല്ലെങ്കിൽ കോൾ ചെയ്യാനാണോ, വ്യായാമം ചെയ്യാനാണോ എന്നുള്ള സംശയം വരും. നല്ല ചൂടുള്ള ദിവസമാണെങ്കിൽ AC ഇട്ട് കിടക്കും, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ നിന്ന് മേല് കഴുകിയിട്ട് കിടക്കാം. അത് നമ്മുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ പകൽ സമയത്ത് എന്തെങ്കിലും വ്യായാമം ചെയ്യുക. നമ്മൾ സാധാരണ പറയാനുള്ള ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. നടക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ പൊതുവെ എല്ലാവർക്കും ചെയ്യാവുന്നൊരു വ്യായാമം. അപ്പോൾ നടക്കുകയാണെങ്കിൽ, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചെറിയൊരു കിതപ്പ് അനുഭവപ്പെടുന്ന വേഗത്തിൽ നടക്കുക. എങ്കിലേ നമുക്ക് വ്യായാമം എന്നുള്ളൊരു പ്രയോജനം കിട്ടുകയുള്ളൂ. ചായ, കാപ്പി മുതലായ വസ്തുക്കൾ ഒരുപാട് കുടിക്കാതിരിക്കുക. കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ, കാരണം അത് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാത്രിയത്തെ ഉറക്കത്തെ ബാധിക്കും. പ്രത്യേകിച്ച് വൈകിട്ട് 4 മണിക്ക് ശേഷം കഴിവതും ഇത്തരത്തിലുള്ള വസ്തുക്കൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടാതെ വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക, അടുത്ത ദിവസം പരിഹരിക്കുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അത് മാറ്റി വയ്ക്കുക. അല്ലാതെ പരിഹരിച്ചിട്ടേ കിടക്കുള്ളൂ എന്ന് വാശി പിടിച്ചാൽ പലപ്പോഴും നമുക്ക് ഉറക്കം കിട്ടാതെ വരാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം എഴുന്നേറ്റ് നോക്കാതെ ഇരിക്കുക. ഞാൻ കിടന്നിട്ട് ഇത്ര നേരം ആയല്ലോ, ഇതൊരു ഉറങ്ങിയില്ലോ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു വിഷ്യ സൈക്കിളായിട്ട് പിന്നെയും നമുക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറക്കവും വ്യായാമവും കൂടെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ശാരീരികാരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, മാനസികാരോഗ്യത്തിന് വേണ്ടി കൂടി. കേരളം എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾക്കും തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. സെക്സ് എഡ്യൂക്കേഷനെ നമ്മൾ പാഠപുസ്തകങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് മെൻ്റൽ ഹെൽത്തിനെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളും എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് കൂടുതൽ മികവുറ്റ കേൾവിക്കാരെ ലഭിക്കുമെന്നും ആ കേൾവിക്കാർക്ക് കുറച്ചുകൂടെ മാനസികാരോഗ്യത്തെപ്പറ്റിയും അവർക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരെ പറ്റിയും കുറച്ചുകൂടെ കരുതലും സ്നേഹവും ഉണ്ടാവുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നന്ദി. താങ്ക് യു. താങ്ക്സ്. ഹീലിംഗ് ഫ്രം വിത്തിൻ, മനസ്സും മാനസികാരോഗ്യവും ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ ട്രീസ മരിയ, മാർവാനീസ് കോളേജിൽ 2ാം വർഷ സുവോളജി ബിരുദ വിദ്യാർത്ഥിനി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആകാശ് മോഹൻ, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അരുൺ മോഹൻ.